ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം CSK ആണ്, നിങ്ങളുടെ സുൻസാറാണ്. ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക്. നല്ലവണ്ണം പഠിക്കണം കേട്ടോ. കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റ്യൻസുകൾ മുഴുവൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിതാ ഈ വീഡിയോയിൽ സെക്കൻഡ് ഇയറിലെ വോളിയം 1 ഫസ്റ്റ് പാർട്ട് പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷം വന്ന 2024 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് വന്നു എന്ന് നല്ലൊരു ക്ലിയർ ഐഡിയയും നമുക്ക് കിട്ടും. നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സൊല്യൂഷൻസിൽ നിന്നാണ്. ഹെൻറീസ് ലോ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഹെൻറീസ് ലോ? The partial pressure of a gas in the vapor phase is directly proportional to the mole fraction of gas in solution. അല്ലെ? Or P is equal to KH into chi. ഇതാണ് ഹെൻറീസ് ലോ. Where KH is known as a Henry's law constant. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് KHന്റെ വാല്യൂ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ as the value of KH increases, value of KH value increases, solubility decreases. KHന്റെ വാല്യൂ കൂടുമ്പോൾ solubility കുറയും. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് KH വാല്യൂ ഉള്ള ഗ്യാസ് ഏതാ? ഹീലിയം. ഓർത്തു വെക്കാട്ടോ, ഹീലിയത്തിനാണ് ഏറ്റവും ഹയസ്റ്റ് KH വാല്യൂ ഉള്ളത്. അതിന്റെ സോൾബിലിറ്റി ഏറ്റവും കുറവാണ്. അതുകൊണ്ട് സ്ക്യൂബ ഡൈവേഴ്സിലെ ആ ടാങ്കില് it is diluted with helium. 11.7% of helium ഗ്യാസ് വെച്ചിട്ടാണ് സ്ക്യൂബ ടാങ്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. The Henry's law constant KH വാല്യൂ 3 ഗ്യാസ് എന്നുണ്ട്. 145, 145, 2 into 10 raised to minus 5, 35 kilobar. The solubility അപ്പൊ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളതാണ് 145 ആണ് അല്ലെ? 145 ആണ് ഹയസ്റ്റ് വാല്യൂ. അപ്പൊ ഏറ്റവും സോൾബിലിറ്റി കുറവുള്ള ഏതായിരിക്കും? A ആയിരിക്കും ഏറ്റവും സോൾബിലിറ്റി കുറവ്. പിന്നെ വാല്യൂ ഏതിനുള്ളത്? പിന്നെ 35 kilobar ആണ്. പിന്നെ അത് ഏതിനാ 35 ഉള്ളത്? സിക്കാണുള്ളത് അല്ലെ? പിന്നെ ഉള്ളത് ഏതാ? 2 into 10 raised to minus 5. അതേതാ? ബിക്കാണുള്ളത് അല്ലെ? അപ്പൊ സോൾബിലിറ്റി ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഓഫ് KH ആണെങ്കിൽ സോൾബിലിറ്റി ഏറ്റവും കൂടും. അപ്പൊ ബിക്കാണ് ഏറ്റവും ലോ വാല്യൂ. ബി ആയിരിക്കും ഏറ്റവും ഹൈലി സോളബിൾ, എ ആയിരിക്കും ലീസ്റ്റ് സോളബിൾ. Therefore option is 2 അല്ലെ? ഓപ്ഷൻ ഈസ് 2. ക്ലിയർ അല്ലേ? ഹെൻറീസ് ലോ അതിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ. The plot of osmotic pressure pi versus concentration of a solution. Osmotic pressure is denoted by the letter pi. Pi is equal to CRT. അല്ലെ? where C is the molar concentration, C is equal to N by V RT എന്ന് എഴുതാം അല്ലെ? C is the number of moles per unit volume, C. അപ്പോൾ pi is equal to CRT. ഇവിടെ ഒരു ഗ്രാഫിന്റെ കാര്യമാണ് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ against concentration. This is of the form Y is equal to mx plus C. എഴുതി കൂടെ? This is a linear equation ആണ്. where the Y ആക്സിസിലാണ് ഓസ്മോട്ടിക് പ്രഷർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എക്സ് ആക്സിസിൽ എന്താ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്? കോൺസെൻട്രേഷൻ. എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷൻ ഈസ് പ്ലോട്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാം അല്ലെ? ഓസ്മോട്ടിക് പ്രഷർ that is Y ആക്സിസിൽ ഓസ്മോട്ടിക് പ്രഷർ against concentration, molar concentration on the X axis. Y is equal to mx plus C. mx plus C എന്ന് പറയുമ്പോൾ CRT plus C. The intercept C is equal to 0. അപ്പോൾ ഇത് എന്തിന്റെ ലൈൻ ആയിട്ട് വരും? It is a straight line ആണ്. It is a straight line where the intercept is equal to 0. our nature of the graph ഉറപ്പായിട്ടും ഇങ്ങനെ വരും ഇല്ലേ? There is no intercept, പോസിറ്റീവ് സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m. m എന്ന് പറയുന്നത് ഏതാണ്? That is equal to RT. Therefore the slope is equal to RT. ക്ലിയർ ആണല്ലോ? ഓസ്മോട്ടിക് പ്രഷർ y ആക്സിസിലും കോൺസെൻട്രേഷൻ x ആക്സിസിലും വരച്ചു. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു RT.
ചോദ്യം എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഈസ് ഡൺ. അപ്പോ സ്ലോപ്പ് നമുക്ക് കിട്ടി. ആർ ടി ഈസ് ഈക്വൽ, അതിന്റെ വാല്യൂ ഒന്നുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 25.73 ലിറ്റർ ബാർ ഈസ് ഈക്വൽ ടു ആർ ടി. ആറിന്റെ വാല്യൂ വരെ തന്നിട്ടുണ്ട്, 0.083 ലിറ്റർ ബാർ പെർ മോൾ പെർ കെൽവിൻ ഇൻറ്റു ടെമ്പറേച്ചർ. ഇത് ഈ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആർ ടി. അപ്പൊ സ്ലോപ്പിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, അപ്പൊ ആറിന്റെ വാല്യൂ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ? അപ്പൊ ജസ്റ്റ് യു കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്ത് വരും 25.73 ഡിവൈഡഡ് ബൈ 0.083 ചെയ്തുകൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 25730 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡഡ് ബൈ 83. 25730 ഡിവൈഡഡ് ബൈ 83 ഒന്ന് ചെയ്ത് നോക്കിയേ. 25730 ഡിവൈഡഡ് ബൈ 83 3 പോയില്ലേ? ഉറപ്പല്ലേ? 249 8 83 1 പിന്നെ 0 കിട്ടി 310. ആൻസർ ഈസ് ഈക്വൽ ടു 310 കെൽവിൻ. ടെമ്പറേച്ചർ ഈസ് 310 കെൽവിൻ. നമ്മുടെ ടെമ്പറേച്ചർ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഈസ് ഡൺ. ആൻസർ ഈസ് 310 ഡിഗ്രി സെൽഷ്യസ് എന്നുണ്ട്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി നമ്മൾ സെൽഷ്യസ് നമുക്ക് നോക്കിയേ. 310 കെൽവിൻ എത്ര സെൽഷ്യസാ? 310 Kelvin is equal to 37 degrees Celsius. That is equal to 37 degrees Celsius. അല്ലേ? 0 degrees Celsius എന്ന് പറയുന്നതാണ് 273 Kelvin. Therefore, 310 Kelvin is 37 degrees Celsius. Option is 1. Okay അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ജസ്റ്റ് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ വെച്ചു, ആ ഗ്രാഫ് ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് നോക്കിക്കുമ്പോഴേക്കും ആ സ്ലോപ്പിന്റെ വാല്യൂ കിട്ടി. ജസ്റ്റ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. Match the list of conversions. Electrochemistry നിന്നുള്ള ചോദ്യം. 1 mole of water. Water is oxidized to oxygen. Water is oxidized to oxygen. പിന്നെ എന്ത് വരും? പ്ലസ് 2H plus 2 ഇലക്ട്രോൺ. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നോക്കിയേ, ഒരു മോൾ ഓഫ് വാട്ടർ ഓക്സിജൻ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് 2 ഫാരഡേ. 2 moles of electrons ക്യാരി ചെയ്യണം. Therefore, 2 moles of electrons carry ചെയ്യുന്ന ചാർജിനെയാണ് we call as 2 Faraday. Therefore, 1 mole of water to oxygen, 1 mole of water to oxygen എന്ന് പറയുമ്പോൾ it is 2 Faraday വരും. It is 2 Faraday. ഇനി അടുത്തത് MnO4 minus. MnO4 minus to Mn2 plus. Just check the change in oxidation state നോക്കിയാൽ പോരെ. This one is +7. Therefore, the difference in oxidation state is 5. The difference in oxidation state is 5. Therefore, it requires 5 Faraday. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓക്സിജൻ സ്റ്റേറ്റിലും ചേഞ്ച് നോക്കുക. Therefore, it requires 5 Faraday. അപ്പോൾ ഓപ്ഷൻ രണ്ടാമത്തേതിൽ 5 Faraday വരും. 5 Faraday എന്ന് പറയുമ്പോൾ this will be the option. അല്ലെ? അപ്പോൾ A2 വരും, A2 വരും, B4 വരും. A2, B4. Option is 1. Option is 1. അവ തുടക്കത്തിന് പെട്ടെന്ന് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് നോക്കുക, രണ്ടാമത്തെ ഓപ്ഷൻസ് നോക്കുക, അതിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് ചെയ്യാം. ഇനി 1.5 മോൾ ഓഫ് കാൽഷ്യം ഫ്രം മോൾട്ടൺ കാൽഷ്യം ക്ലോറൈഡ് ആണ്. അപ്പൊ കാൽഷ്യം ക്ലോറൈഡ് CH2 plus 2 ഇലക്ട്രോൺസ് gives calcium. 1 mole of calcium. 1 mole of calcium എന്ന് പറയുമ്പോൾ 2 Faraday. It requires 2 Faraday വേണം 1 mole of calcium വരണമെങ്കിൽ, അല്ലേ? ഒരു മോൾ ഓഫ് കാൽഷ്യം വരണമെങ്കിൽ 2 Faraday വേണം. 1.5 mole വരണം. 1.5 mole വരണമെങ്കിൽ ഉറപ്പായിട്ട് എത്ര വരണം? It requires 3 Faraday. ശരിയല്ലേ? C is 1. It requires 3 Faraday. ഇനി 1 mole of FeO to Fe2O3. FeO എന്ന് പറയുമ്പോൾ Fe2 plus ആണ്. Ferrous. Fe2O3 it is ferric ആണ്. Fe3 plus ആണ്. It requires 1 Faraday. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണിച്ചു കൊടുക്കാനാണ് ഓപ്ഷൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ അധികം പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻസ് നോക്കുക, ആ ഓപ്ഷൻസ് ഉള്ളത് സെലക്ട് ചെയ്യുക.
പിന്നെ രണ്ടാമത് നോക്കുക, അങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണം കേട്ടോ. എല്ലാം ചെയ്ത് നോക്കേണ്ട കാര്യം ഉണ്ടാവില്ല പലപ്പോഴും. Here the option is 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Mass in grams of copper deposited by passing 9.6487 ampere current through a voltmeter containing copper sulfate solution for 100 seconds ആണ്. നമുക്കറിയാം Cu2 plus 2 electrons gives copper. അതായത് 1 mole of copper deposit ചെയ്യണമെങ്കിൽ 2 farad വേണം. That is 2 into 1 farad എന്ന് പറയുമ്പോൾ 96,500 coulombs ആണ്. ഇവിടെ പറയുന്നുണ്ട് take 1 farad as actually 96487 coulombs. 1 farad is approximately 96,500 ആണ്. Accurate it is 96,487 coulombs ആണ്. അപ്പൊ 2 into 96,487 coulombs വരുമ്പോൾ 1 mole of copper. 1 mole of copper അതിന്റെ മാസം തന്നുണ്ട്. It is 63.5 ആണ്. ഇവിടെ പറയുന്നത് എത്രയാ? 63 gram. Take it as 63 gram. ചോദ്യം എന്താണ്? 9.6487 ampere current 100 സെക്കൻഡ് 100 സെക്കൻഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ 100 സെക്കൻഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ how much copper is deposited? ഇത്രയുള്ള ചോദ്യം. ആംബിയർ ഇൻറ്റു സെക്കൻഡ് ഈസ് coulombs. 1 ആംബിയർ ഇൻറ്റു 1 സെക്കൻഡ് ഈസ് 1 coulomb ആണ്. അപ്പോൾ 2 into 96,487 63 ഗ്രാം ആണെങ്കിൽ ഇത്ര ആംബിയർ കറന്റ് ഇത്ര സെക്കൻഡ് നേരം പാസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ്? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യുക? 9.6487 into 100 into 63 divided by 2 into 96487 പോലെ into 1 2 3 4 10 raised to 4 ചെയ്തൂടെ? അപ്പൊ ഇവനും പോയി ഇവനും ക്യാൻസൽ ചെയ്തു ഇല്ലേ? ഈ 10 raised to 4 100 പോകും. അപ്പൊ 10 raised to 2 വരും. 10 raised to 2 വരും. അപ്പൊ എന്ത് വരും? 63 divided by 2. 63 divided by 2 എന്ന് പറയുമ്പോൾ 31.5. 10 raised to 2 മുകളിൽ പോകുമ്പോൾ 10 raised to -2 gram വരും. അപ്പൊ എത്ര വരണം? 0.315 gram. Answer is 0.315 gram. Option is 2. സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻസ് ഒന്നും ബാലൻസ്ഡ് ആകാതെ സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ അറിയാം. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര ഫാരഡെ കറന്റ് വേണം, എത്ര കൂളംസ് കറന്റ് വേണം എന്നുള്ളത്. പിന്നെ ജസ്റ്റ് ആ കാൽക്കുലേഷൻ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. വിച്ച് പ്രോഡക്റ്റ് ഓഫ് ലോൺ കെ ഗെയിൻസ് 1/t? ഏത് ഇക്വേഷൻ ആണ്? അറീനിയസ് ഇക്വേഷൻ അല്ലെ? K is equal to A into e raised to minus EA by RT. Taking logarithm on both sides, we get ln K is equal to ln A minus EA by RT. Minus EA by RT. This is of the form y is equal to mx plus c. That means if we plot ln k on the y-axis and x 1/t on the x-axis, slope എന്തായിരിക്കും? Slope is negative slope ആണ് അല്ലേ? m, that is a slope. Slope is negative ആണ്, minus e by r. Negative slope ആണ്. Intercept ഉണ്ട്. Intercept is ln a. അപ്പൊ നോക്കി, നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഈസ് 4. ഓപ്ഷൻ ഈസ് 4 അല്ലെ? ലോൺ കെ അഗൈൻസ്റ്റ് 1/t. ഇന്റർസെപ്റ്റ് എന്ത് വരും? ഇന്റർസെപ്റ്റ് ആണ്. ദിസ് വൺ ഈസ് ദ ഇന്റർസെപ്റ്റ്, ദാറ്റ് ഈസ് ലോൺ എ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ. ചിലപ്പോൾ ഒരു പക്ഷേ സ്ലോപ്പ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്ലോപ്പ്? മൈനസ് ഇ എ ബൈ ആർ. അതിന് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. That is a Arrhenius equation ബേസ് ചെയ്ത ഗ്രാഫാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ.
The rate again from chemical kinetics, the rate of the reaction quadruples when the temperature ranges from 27 degrees Celsius to 57 degrees Celsius. And calculate the energy of activation. ഏത് ഫോർമുല ഉപയോഗിക്കണം? Again the Arrhenius equation formula അല്ലേ? That is log K2 by K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. Equation നമുക്കറിയാവുന്ന ലോഗരിതമിക് ഫോം Arrhenius equationന്റെ form. Log K2 by K1 quadruples, that means the rate constant increase 4 times, that is log 4 log K2 by K1 is equal to 4 is equal to EA divided by 2.303 into R. R ന്റെ വാല്യൂ എന്താണ്? 8.314. നോക്കിയാൽ ഓപ്ഷൻസ് ഉണ്ട് കിലോ ജൂൾസിലാണ്. 8.314 ജൂൾസ് ആണ്. അതിനെ കിലോ ജൂൾസ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. അപ്പൊ കിലോ ജൂൾസ് ആയി. ഇൻറ്റു T2 മൈനസ് T1 57ഉം 27ഉം ആണ്. അപ്പൊ എത്ര വരും? ഡിഫറൻസ് ഈസ് 30 ആണ്. 30 ഡിവൈഡഡ് ബൈ T1 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എത്ര വരും? 300 കെൽവിൻ. 300 ഇൻറ്റു 330. ഇത്ര ചെയ്യല്ലേ വേണ്ടു? അപ്പൊ 1000 മുകളിലേക്ക് വരും. Therefore, what will be EA എന്നുള്ള log 4 ന്റെ വാല്യൂ എന്നുണ്ട്. That is equal log 4 ന്റെ വാല്യൂ is 0.6021. Therefore, what is EA? Activation energy calculate. ഒരു കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാമെന്ന് മനസ്സ് വേണം കേട്ടോ. Activation energy is equal to 0.6021 into 2.303 into 8.314 into 300 into 330 divided by 1000 മേലേക്ക് വേണം. 1000 into 30. 1000 into 30. ചെറിയൊരു കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലേ? ഇവൻ പോവും, അപ്പൊ ഈ 30 പോവും, അപ്പൊ ഇവൻ പോയി, പിന്നെ 100 ഇതും പോയി, ഇതും പോയി. അപ്പൊ 0.6021 into 2.303 into 8.314 divided by 10 ഉണ്ട് into 3.3. ഇതായിരിക്കും ആൻസർ. 2.303 into 8.314 into നോക്കി 3.3 into 0.6. 3.3 into 0.6. 1.98 വരും അല്ലേ? 1.98. It is can take it as approximately 2 ആയിട്ട് എടുക്കാം അല്ലേ? That is equal to 1.98 into 2.303 into 8.314. ഇത്ര കിലോ ജൂൾസ് ആയിരിക്കും ആൻസർ വരാം. 2 into 2 4 അല്ലേ? 4 into 8 35. 35 അടുത്ത് ആൻസർ വരണം അല്ലെ? 38 അടുത്ത് അല്ലെ? നമുക്ക് കാൽക്കുലേറ്റ് 38 അടുത്ത്. അപ്പൊ വേറെ ഡിഫറൻസ് ഓപ്ഷൻ ഇല്ല. അതിനോട് അടുത്തൊരു 35 അല്ലെങ്കിൽ 36 37 വരികയാണെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത്രയും പോലും കാൽക്കുലേറ്റ് ചെയ്യണ്ട. നോക്കി 8 into 2 16 20 അടുത്ത് വരും. 20 into 38 അടുത്ത് ആൻസർ വരും. Therefore 38 അടുത്തുള്ള ആകെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. Option is 1. Answer will be 38.04 kilojoules. Answer is 38.04 kilojoules. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സ് വേണം കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചില പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷെ ഓപ്ഷൻസിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. ക്ലിയർ അല്ലേ? കെമിക്കൽ കൈനറ്റിക്സിലെ ഈ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങട്ടെ. ആക്ടിവേഷൻ എനർജി ഓഫ് എനി കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി. ഇപ്പൊ തന്നെ നമ്മൾ അതേ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തിരിക്കുക തിയറി ആയിട്ട്. Activation energy of a chemical reaction can be calculated. One knows the value of rate constant at 2 different temperatures. The equation log K2 by K1 is equal to A divided by 2.303 R into T2 minus T1 divided by T1 T2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം അല്ലേ? പി ബ്ലോക്കിൽ നിന്നാണ്. പി ബ്ലോക്കിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അത് ഡീപ്പ് ആയിട്ട് വരില്ല.
ആദ്യത്തെ എലമെന്റും അതിനോട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അത്രേ വരാൻ പറ്റുള്ളൂ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 16 എലമെന്റ്സ്. ഏതാണ് ഗ്രൂപ്പ് 16 എലമെന്റ്സ് ഉള്ളത്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലീരിയം ആൻഡ് പൊളോണിയം. അതിന്റെ ഹൈഡ്രൈഡ് ആണ്. ഓക്സിജന്റെ ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വാട്ടർ, H2S, H2SC and H2TE. The boiling point. സാധാരണ കേസിൽ മോളാർ മാസ് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് അങ്ങനെ വരേണ്ടതാണ്. പക്ഷെ ഈ ഒരു കേസിൽ വാട്ടറിനാണ് ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. നമുക്കറിയാം ഇൻ കേസ് ഓഫ് വാട്ടർ ദർ ഈസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് മോളിക്കുലാർ മാസ് വാട്ടർ ഈസ് എക്സ്പെക്ടഡ് ടു ഹാവ് ലോവർ ബോയിലിംഗ് പോയിന്റ്. ശരിയാണ്, H2TE ആണ് വരുന്നത്. പക്ഷെ നേരെ തിരിച്ച് വാട്ടറിനാണ് ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വരുന്നത്. ബിക്കോസ് the other members of the group, due to the presence of extensive hydrogen bonding in water, extensive hydrogen bonding in the water, therefore water has got the highest boiling point. അത് കഴിഞ്ഞിട്ട് ആര് വരും? H2TE, അത് കഴിഞ്ഞാൽ H2SC. out of this one will have be the lowest boiling point. Lowest boiling point വാട്ടറിലാണ് highest boiling point. ഓർത്ത് വെക്കാട്ടോ. Therefore the first option statement is correct. The second statement is also correct. It's a correct explanation. Both the statement 1 as well as 2 is correct. Option is 1. Option is 1. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. It's correct explanation കൂടിയാണ്. ഇത് ഗ്രൂപ്പ് 16. ഇത് ഗ്രൂപ്പ് 15 നമുക്ക് ചോദിക്കുകയാണെങ്കിലോ, ഗ്രൂപ്പ് 15 നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇതിന്റെ ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ അമോണിയ, ഫോസ്ഫീൻ, ആർസീൻ, സ്റ്റിബീൻ ആൻഡ് ബിസ്മുത്തൈൻ. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ചോദിക്കാം എന്ന് വിചാരിക്കാം. നമ്മൾ ഈ വർഷത്തെ എക്സാം പി ബ്ലോക്കിൽ നിന്ന് അമോണിയ, ഫോസ്ഫീൻ, ആർസീൻ, സ്റ്റിബീൻ, ബിസ്മുത്തൈൻ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ അമോണിയയുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്ന് വെച്ചിട്ട് അമോണിയ അല്ല ഹൈയസ്റ്റ് boiling point vira. As molar mass increases, boiling point increases. Therefore, the boiling point ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ? ബിസ്മുത്തീൻ തന്നെയാണ് കേട്ടോ. ഇവിടെ ബിസ്മുത്തീൻ, അത് കഴിഞ്ഞാൽ സ്റ്റിബീൻ, അത് കഴിഞ്ഞിട്ട് ആര് വരും? അമോണിയ വരും കേട്ടോ. ശ്രദ്ധിക്കണം, അമോണിയ വരും. അത് കഴിഞ്ഞാൽ ആർസീൻ വരും. and the last one is phosphine. അപ്പൊ എന്റെ മക്കള് ഇതുകൂടി ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. अब ग्रुप 16 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 15 the order of boiling point bismuthine, stibine, ammonia, then arsine, then phosphine. The lowest one is phosphine. That is regarding the P block il ninnulla ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. Among group 16 which one does, again group 16 ചോദ്യം തന്നെ പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം. -2 oxidation state. -2 oxidation state ഏതൊക്കെയാണ് ഗ്രൂപ്പ് 16? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലീരിയം ആൻഡ് പൊളോണിയം. അപ്പോ ഓക്സിജൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഓക്സിജനും സൾഫർ എല്ലാം ഉറപ്പായിട്ടും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, ഉറപ്പാണ്. താഴോട്ട് വരുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു, സൈസ് കൂടുന്നു. അപ്പൊ നോക്കിയാൽ which one does not show -2 oxidation state? That is the last element. Option is 4. That is polonium. Option is 4. Which one does not show -2 oxidation state? Answer is polonium. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. Again D and F block elements ഇതാണ്. Spin only magnetic moment. In the spin only magnetic moment ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ magnetic moment കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ U is equal to square root of n into n plus 2 Bohr magnitude. കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. Just determine the number of unpaired electrons. Number of unpaired electrons മാത്രം നോട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും കേട്ടോ. Unpaired electrons നോക്കാം. ടൈറ്റാനിയം, the outer electronic configuration, scandium, titanium. ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ 3d2 4s2. Chromium, electronic configuration is 3 out electronic configuration. എന്റെ മക്കൾക്കെല്ലാം ഔട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് പെട്ടെന്ന് അറിയണം കേട്ടോ. 3d Mn manganese 3d5 4s2.
Iron 3d6 4s2. Scandium 3d1 4s2. Outer electronic configuration of first transition series എല്ലാം അറിയേണ്ടതാണ്. നോക്കുക, ഇനി ടൈറ്റാനിയം 3+. ടൈറ്റാനിയം 3+ പറയുമ്പോൾ 3 ഇലക്ട്രോൺ പോയി. അപ്പൊ എന്ത് വരും? 3d1 വരും. ക്രോമിയം 2+, 2 ഇലക്ട്രോണേക്ക് വരും. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 3d4. മാംഗനീസ് 2+, 3d5. Iron 2+, 3d6. And scandium 3+, it is 3d0. നമ്മൾ എല്ലാ ഇലക്ട്രോണും പോയി. നോക്കിയേ, ചിലപ്പോൾ പരീക്ഷ ചിലപ്പോൾ ഡയാമാൻറ്റിക് പാരാമാൻറ്റിക് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അറിയാലോ ഇതിലാരാണ് ഡയാമാൻറ്റിക് എന്ന് പറയുമ്പോൾ സ്കാൻഡിയം 3+ ഈസ് ഡയാമാൻറ്റിക്. അങ്ങനെയും ചോദ്യം വരാം. ചോദിച്ചിട്ടുള്ളത് which one has the same number of unpaired electrons. 3d6 എന്ന് പറയുമ്പോൾ ഇത് എത്ര unpaired electrons ഉണ്ടായിരിക്കും? 3d6 ആണ്. Number of unpaired electrons is equal to 4. ഇവിടെ number of unpaired electrons is equal to 4. അപ്പോൾ ക്രോമിയം 2+ഉം Fe2+ഉം ക്രോമിയം 2+ഉം Fe2+, B and D. Option is 1. പല രീതിയിലും ചോദിക്കാം. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ചോദിക്കാം. വിച്ച് വൺ ഈസ് പാരാമാഗ്നറ്റിക്, ഓർഡർ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നീങ്ങട്ടെ. E0 വാല്യൂ E0 വാല്യൂ ഓഫ് Mn3+ is more positive. E0 വാല്യൂ more positive ആണ് എന്നതിനർത്ഥം Mn3+ is a very good oxidizing agent. Is a good oxidizing agent. പരീക്ഷ ഇങ്ങനെയും ചോദിക്കാം. E0 ന്റെ വാല്യൂ വന്നിട്ട് the order of oxidizing power ചോദിക്കാം. Mn3+ couple is more positive than Cr3+ and Fe3+. അല്ലെ, ഇറ്റ്സ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഡിലി ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു Mn3+ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പ്ലസ് ഇലക്ട്രോൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ടു Mn2+. Mn2+ എന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3d5. Mn3+ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3d4. അപ്പൊ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ കോൺഫിഗറേഷൻ ഓഫ് 3d4 to d5. d4 to d5. Option is 3. Option is 3. Clearly? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Again from the end, the pair of lanthanoid ions which has diamagnetic. The lanthanoidsലെ ഏറ്റവും ആദ്യത്തെ എലമെന്റ് ആരാ? ഇത് സീരിയം ആണ്. സീരിയം, പ്രാസിയോഡൈമിയം, നിയോഡൈമിയം, പ്രോമിത്തിയം, സമേരിയം, യൂറോപ്പിയം, ഗഡോലീനിയം, ടെർബിയം, അങ്ങനെ പോകുന്നു അല്ലെ. ദ ലാസ്റ്റ് എലമെന്റ് ഏതോ? ദ ലാസ്റ്റ് എലമെന്റ് ഈസ് ലുട്ടീഷ്യം. അതിന് തൊട്ട് മുമ്പത്തെ എലമെന്റ് ആണ് ഈ ടെർബിയം. ഞാൻ മുൻപ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയം ഇതിൽ 3 എലമെന്റിനാണ് D1 കോൺഫിഗറേഷൻ ഉള്ളത്. ഔട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 4f1 5d1 6s2. 5d1 6s2. പിന്നെ എത്ര വരും? 4f3 6s2, 4f4 4f5 4f6. ഇതെന്ത് വരും? 4f7 6s2, 4f7 5d1 6s2. ടെർബിയം 4f9 6s2. ഈ ലുട്ടീഷ്യം വരുമ്പോൾ എന്ത് വരും? 4f14 5d1 6s2. ലുട്ടീഷ്യം. ടെർബിയം 4f14 6s2. ഞാൻ മുൻപ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു അവസരത്തിൽ പറയണ്ടായി ഇതിൽ ഏത് എലമെന്റ്സിനാണ് ഔട്ട് ഇലക്ട്രോണിക് 5d ഇലക്ട്രോൺ ഉള്ളത്? 5d ഇലക്ട്രോൺ ഉള്ളത് സീരിയം, ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള സീരിയം, ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ലുട്ടീഷ്യത്തിലാണ് 5d ഉള്ളത്. പിന്നെ മിഡിൽ എലമെന്റ് ആയിട്ടുള്ള ഗഡോലീനിയം. അപ്പോൾ ദ എലമെന്റ്സ് വിച്ച് ഹാസ് ഗോട്ട് 5d ഇലക്ട്രോൺസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 5d ഇലക്ട്രോൺസ് ഉള്ള ആദ്യത്തെ എലമെന്റ് സീരിയം, മിഡിൽ എലമെന്റ് ആയിട്ടുള്ള ഗഡോലീനിയം, പിന്നെ ലാസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള ലുട്ടീഷ്യം. ഓർത്തു വെക്കുക കേട്ടോ.
ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ചിലപ്പോൾ ചോദിക്കാണ്ട് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന എലമെന്റ് സീരിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, യൂറോപ്യം +2 കാണിക്കുന്നു, ഇറ്റർബിയം +2 കാണിക്കുന്നു, ടെർബിയം +4 കാണിക്കുന്നു എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്ക്, ദ പെയർ ഓഫ് ലാൻഡ് വിച്ച് ആർ ഡയാമാഗ്നറ്റിക്, സീരിയം +4, സീരിയം +4 എല്ലാ ഇലക്ട്രോൺസും പോയില്ലേ, therefore സീരിയം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാമിനൈറ്റ്സ് ഇസ് +3, സീരിയം +4 കാണിക്കുന്നു, ബട്ട് ഇറ്റ് ഈസ് diamagnetic. It is a good oxidizing agent കൂടിയാണ് സീരിയം +4, but it is diamagnetic. Diamagnetic അല്ലേ, സീരിയം +4. ഇനി ഇറ്റർബിയം 2+, ഇറ്റർബിയം 2+ ആണ് 6s2 പോയി, അപ്പോൾ 2+ എന്ന് പറയുമ്പോൾ 4f14 വരും, ഉറപ്പല്ലേ, 2 ഇലക്ട്രോൺ 6s പോയി, ഇറ്റർബിയം 2+ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇലക്ട്രോൺ പോയി, therefore ഇറ്റർബിയം 2+ is also diamagnetic. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ 1 is the correct option. 1 is the correct answer. സീരിയം 3+ പാരാമാഗ്നറ്റിക് ഒരു ഇലക്ട്രോൺ എടുക്കും. യൂറോപ്യം 2+ എന്ന് പറയുമ്പോൾ 4f7, യൂറോപ്യം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും കേട്ടോ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക എന്ന് പറയുമ്പോൾ 4f7 ഹാഫ് ഫില്ലായിരിക്കും, ശ്രദ്ധിക്കുക. പ്രോമിത്തിയം ആൻഡ് സമേരിയം അതുകൂടി പറഞ്ഞുതരാം. പ്രോമിത്തിയം ഈസ് ദ വൺ വിച്ച് ഇസ് റേഡിയോ ആക്റ്റീവ്. ലാമിനോയിഡ്സിൽ ആദ്യ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഉള്ളത്, ദാറ്റ് ഈസ് പ്രോമിത്തിയം ഈസ് ദ വൺ വിച്ച് ഈസ് റേഡിയോ ആക്റ്റീവ്. ഓൺലി എലമെന്റ് ഇൻ ലാമിനോയിഡ് വിച്ച് ഈസ് റേഡിയോ ആക്റ്റീവ്. ഗഡോലീനിയം ആൻഡ് യൂറോപ്യം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം, ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ ആരാണ് ഡയാമാഗ്നറ്റിക് എന്നുള്ളതാണ് ഓപ്ഷൻ ഈസ് 1. ഇത്തരം ക്വസ്റ്റ്യൻസും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ചെയ്ത് പരിശീലിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങട്ടെ. Given below are two statements. Coordination compounds are CuNH3 3+ is an octal but differ in their magnetic properties. നമുക്കറിയാം CO iron cobalt ആണ്. Cobalt എന്ന് പറയുമ്പോൾ outer electronic configuration is 3d7 ആണ്. CO3+ എന്ന് പറയുമ്പോൾ electronic configuration is 3d6 configuration ആണ്. 3d6 configuration. അമോണിയ ലിഗാൻഡ് ആയിട്ട് വരുമ്പോ പെയറിങ് നടക്കും അല്ലേ, 2 4 6. (3d 4s 4p) എന്ത് വരും? ഇറ്റ് ഈസ് D2sp3 ഹൈബ്രിഡൈസേഷൻ വരും. D2sp3 വരും. അമോണിയ വരുമ്പോ ഇലക്ട്രോൺസ് പെയർ ചെയ്യും, D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. ആ സ്ഥാനത്ത് ഫ്ലൂറിൻ വരുമ്പോൾ ഇറ്റ് ഈസ് എ വീക്ക് ലിഗാൻഡ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഫോഴ്സ് ഇലക്ട്രോൺസ് ടു പെയർ അപ്പ്. അപ്പോൾ CuF6 വരുമ്പോൾ എന്ത് വരും? ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d2 വരും. sp3d2 രണ്ടും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. ഇതിനെ നമ്മൾ ഇന്നർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് പറയും അല്ലേ. ഇതിനെ ദിസ് വൺ ഈസ് ഇന്നർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഫ്ലൂറിൻ വരുമ്പോൾ ഇറ്റ് ഈസ് ഔട്ടർ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒന്ന് ഇന്നർ ഒക്ടാഹെഡ്രൽ D2sp3 ഹൈബ്രിഡൈസേഷൻ, ഇത് ഔട്ടർ ഒക്ടാഹെഡ്രൽ sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇത് ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ CuF6 3- is paramagnetic. He is diamagnetic whereas CuF6 is. Both the statements are correct. Both the statements are correct. Option is 1. Clear അല്ലേ മക്കളെ? കിട്ടുന്നില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. കോഗ്നിഷൻ കോമേഴ്സ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ 3 ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. Coordination compounds. Again regarding the isomerism. നോക്കാം. CuNH3 5 times NO2. NO2 നെഗറ്റീവ് ലിഗാൻഡ് ആണ്. NO2- നെഗറ്റീവ് ലിഗാൻഡ്. It is an ambidentate ligand. Ambidentate ligand. Monodentate ligands which can attach through oxygen atom as well as through nitrogen atom. അങ്ങനെയുള്ളത് എന്ത് കാണിക്കും? It shows linkage isomerism. Ambidentate ligand ഉണ്ട്, it shows linkage isomerism കാണിക്കും. രണ്ടാമത് നോക്കിയേ, SO4 ഉള്ളില് ബ്രോമിൻ പുറത്ത് അല്ലെ, പിന്നെ അതിന്റെ ബ്രോമിനുള്ളിൽ വരാം, SO4 പുറത്തു വരാം. അങ്ങനെയുള്ള ഐസോമറിസം നമ്മൾ എന്ത് പറയും? അയോണൈസേഷൻ ഐസോമറിസം. ഇതിന്റെ അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറയുന്നത് ഏത് വരും? CuNH3 5 times BrSO4. It shows ionization isomerism.
Ionization isomerism. Then CuNH3 6 times the exchange of ligands between the cationic complex and the anionic complex. ഏത് isomerism കാണിക്കും? This shows coordination isomerism. ഇവിടെ water acting as a ligand, it shows hydrate isomerism or solvate isomerism. അപ്പോൾ A2B3 option is 1 is the correct answer. Isomerism relate ചെയ്ത് ചിലപ്പോ ഇത് കോർഡിനേഷൻ ഇങ്ങനത്തെ ഐസോമെറിസം അല്ല, ജോമെട്രിക്കൽ ഐസോമെറിസം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമെറിസം ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണം ഈ ചാപ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തന്നെ ചോദ്യം. CuNH3 6 times ഹോമോലെക്റ്റിക്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹോമോലെക്റ്റിക് കോംപ്ലക്സ് if the ligands ഒരൊറ്റ ടൈപ്പ് ഓഫ് ലിഗാൻസ് ഉണ്ടെങ്കിൽ we call it as an homoleptic complex. ക്ലിയർ ആണ്. വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻസ് വരാം. CuNH3 അമ്മോണിയ ലിഗാൻഡ് വരാം, ക്ലോറിൻ ലിഗാൻഡ് വരാം. It is different types of ligands, more than one kind of ligands, and it is a heteroleptic complex. Our first one is a homoleptic complex, whereas CuNH3 4 times is a heteroleptic complex. This statement is correct. Statement 2, complex NH3 has only one type of ligands, but it has complex NH3 4 times Cl2 in it, more than one kind of ligands. Both the statements are correct. Correct explanation കൂടിയാണ്. Both the statements are true. Mark it as 1. Mark it as 1. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സൊല്യൂഷൻസ് മുതൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വരെയുള്ള നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ടൈം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. കൂടുതൽ എക്സ്ട്രാ ആയിട്ട് പുതിയതായ ഒരു ചാപ്റ്റർ ഒന്നും ദയവ് ചെയ്ത് പഠിക്കരുത് കേട്ടോ. ഈ സമയത്ത് നമുക്കധികം ദിവസങ്ങളില്ല, അതുകൊണ്ടാണ് നമുക്ക് ചെയ്ത് പഠിച്ചതൊന്ന് ഓർമ്മ നന്നായിട്ട് പുതുക്കി ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാമുഖ്യം നൽകാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ ലാസ്റ്റ് പാർട്ട് ഓർഗാനിക് പാർട്ടിലെ പുസ്തകത്തിലെ ആ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, see you later. Bye.